ഗൈസ്, അങ്ങനെ ക്യാങ് ഡൈനാസ്റ്റി ഇന്നലെ റിലീസായി. കണ്ടു, ഒരു രക്ഷയില്ല. മാർവലിൻ്റെ ഫേസ് വൈയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമ. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സിനിമയാണ് ക്യാങ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അതിന് ആ ഒരു വെയിറ്റിങ്ങിനൊക്കെ വർത്തായിട്ടുള്ളൊരു സിനിമയാണ്. ഒരു കിടിലൻ ക്രെഡിറ്റ് സീൻ, ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. അത് ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാനായിട്ട്. ഈ പറയുന്ന ഇതിനകത്ത് കുറച്ച് സ്പോയിലേഴ്സൊക്കെ കാണാം. ആ ഒരു ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമീനിയയിൽ നമ്മൾ കണ്ടതാണ്. ജൊനാഥൻ മേജേഴ്സിൻ്റെ ആ ഒരു ക്യാങ്ങിൻ്റെ കുറേയധികം വേരിയൻസിനൊക്കെ വരുന്നു. അവർ മൾട്ടിവേഴ്സ് കോൺകർ ചെയ്യാനായിട്ട് പോകുന്നു. അവിടേക്കാണ് സിനിമ തുടങ്ങുന്നതും. ഈ പറയുന്ന ന്യൂ അവഞ്ചേഴ്സ് എല്ലാം കൂടെ വരുന്നു, ഈ ക്യാങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ അവരുടെ ആ ഒരു ഫൈറ്റ് ഒന്നും ക്യാങ്ങിനെടുത്ത് പിടിച്ച് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഹീസ് ദ മോസ്റ്റ് പവർഫുൾ വില്ലൻ. അപ്പോൾ അങ്ങനെ ഈ ന്യൂ അവഞ്ചേഴ്സ് എല്ലാം ഏകദേശം ഡിഫീറ്റ് ആവുന്നു. ഈവൻ ലോക്കിക്ക് പോലും ക്യാങ്ങിനെടുത്ത് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ആ ഒരു മൾട്ടിവേഴ്സ് ഏകദേശം കോൺക്വർ ചെയ്യാറാവുന്നിടത്തൊക്കെയാണ് സിനിമ ഇപ്പോൾ നിൽക്കുന്നത്. അടുത്തൊരു സിനിമയിൽ നമ്മുടെ ഒറിജിനൽ അവഞ്ചേഴ്സ് തിരിച്ചു വരുന്നത്, ഈവൻ ടോണി സ്റ്റാർക്ക് ലീഡ് ചെയ്യുന്ന അവഞ്ചേഴ്സ് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഹ്യൂ ജാക്ക്മാൻ്റെ ആ ഒരു വൂൾവറിനുണ്ട്, ടോബി മഗ്വയറിൻ്റെ സ്പൈഡർമാൻ. അങ്ങനെ ഒരു കിടന്ന സാധനമായിരിക്കും അടുത്ത സിനിമയിലായിട്ട് കാണാനായിട്ട് പോകുന്നത്. നിങ്ങൾ മിസ് ചെയ്യാണ്ട് പോയി കാണുക സിനിമ കേട്ടോ. എന്ത് പടം എന്ന് പറയും, എന്ത് മാർവലിൻ്റെ ആ ഒരു അവഞ്ചേഴ്സ് ലെവൽ പടം. ഇതൊക്കെ മിസ് ചെയ്യാതെ കാണണം. അത്രയും കിടിലം പടമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പോയി കാണാം. നമ്മുടെ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത 2 പോയി കാണാം. എനിക്കതാണ് പറയാനുള്ളത്. അപ്പം അത്രയും എനിക്ക് പറയാനുള്ളത് ഗൈസ്.